أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. അവിടെ ഓതുന്ന സമയത്ത് യാസീൻ ചിലർ ഓതുന്ന കഥ അബദ്ധാണ്, തെറ്റാണ്. യാസീൻ ഓതരുത്. യാ നീട്ടല്ല, 2 ഹർക്കത്ത് നീട്ടാനുള്ളൂ. സീ എന്നുള്ളത് 6 ഹർക്കത്ത് നീട്ടാണ്ട്. അപ്പൊ നേരെ എതിരായിട്ടാണ് ഓതുന്നത് ചിലര്. യാ സീ എന്ന് പറയുമ്പോൾ തെറ്റാണ്. യാ വല്ലാതെ നീട്ടരുത്. യാ 2 ഹർക്കത്ത്. യാ സീൻ, സീന് കുറച്ച് 6 ഹർക്കത്ത് നീട്ടണം. 29 സൂറത്തുകളിലെ ഇങ്ങനെയുള്ള ചില അക്ഷരങ്ങളെ കൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നത്. 114 സൂറത്താണ് മൊത്തം ഖുർആനിലുള്ളത്. അതിൽ 29 സൂറത്തുകൾ തുടങ്ങുന്നത് കേവലമാകുന്ന അക്ഷരങ്ങളെ കൊണ്ടാണ്. 14 അക്ഷരങ്ങൾ അതിലുണ്ടാവും. തോഹ ചിലത് കോഫ് അവിടെ നീട്ടാണ്ട് കേട്ടോ. നീട്ടണം അവിടെ. അലിഫ്ലാമിന്റെ അവിടെ അലിഫ് നീട്ടരുത്. അലിഫ് ലാം മീം. തജ്വീദ് നിയമമുണ്ട്, അതൊന്ന് ഇടക്കൊന്ന് പഠിക്കണ നല്ലതാണ്. മറ്റേ നമ്മൾ കുറെ ഓതിന് പലതും അബദ്ധത്തിലാവും. ഇയാൾക്കൊക്കെ നല്ല അറിയാം, ഇതിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആൾക്കാരെ. അവരൊക്കെ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരു അവസരം തരും. ഞാൻ ദ്വീപിൽ ഒരു ദിവസം വേദനയുണ്ട്. അന്ന് തജ്വീദിന്റെ നിയമം ഇപ്പോഴല്ല, കുറച്ച് ഇടക്ക് തജ്വീദിന്റെ നിയമം പഠിക്കണമെന്നല്ല. എല്ലാവർക്കും കിട്ടും, പക്ഷെ കിട്ടാത്ത ശ്രദ്ധിക്കാത്ത ചില ആളുകൾ ഉണ്ടാവുമല്ലോ, അത് നല്ലതാ. അപ്പൊ യാസീന് അങ്ങനെ പറഞ്ഞപ്പോ ഓർമ്മ എന്നാണ്. യാ കുറെ ആൾക്കാർ നീട്ടലുണ്ട്. യാ നീട്ടരുത്. യാ സീൻ, സീന് നീട്ടണം. 6 ഹർക്കത്ത് വരാൻ നീട്ടണം. യാസീൻ വൽഖുർആനിൽ ഹകീം. ഹംസ ചില ആളുകളുടെ ഓതുമ്പോ കേൾക്കാറില്ല. യാസീൻ നമ്മള് പിന്നെ ഒരു വയന്ന് യാസീൻ മൊബീൻ 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 എത്തുമ്പോ ഇങ്ങനെ ചാടി മറിഞ്ഞ് ഒരേറ്റ പോക്കാണ്. ഞാൻ അതുകൊണ്ടാണ് പലയിടത്തും യാസീൻ ഓതൂല. ഞാൻ ഓതൂല, എനിക്ക് പറ്റൂല. ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറയില്ല. ഇപ്പൊ ചിലവരൊക്കെ ഞാൻ യാസീന്റെ വിരോധിയാണ്. എന്റെ വീട്ടിലേറെ ചിലപ്പോ സമയമില്ല, ബഹള, ഒരുപാട് ആൾക്കാരെ തിരക്കണേ ഇഖ്ലാസ് ഓദ്യം. കാരണം ഇത് തന്നെ എടുത്തിടാണ്. KSRTC ബസ് പോകണം, മുട്ടും യാസീൻ ഖുർആനിക്കും അതിലിടക്ക് കാണാൻ ചില ആൾക്കാർ ഈ ഖുത്തുബിലും മുങ്ങണ ചില ആൾക്കാർ ഈ കുനൂത്തിലും കുത്തുബിലെ കണ്ടില്ല നിങ്ങള്. ഇടക്കൊരറ്റാണ്ട് താവല. പിന്നെ കാണാം സ്വല്ലല്ലാഹ് ഒറ്റ കിതാബിൽ അങ്ങനെയില്ല. ഒരു ലോകത്തിന് കിതാബിലും വേണ്ടതില്ല. അത് കുനൂത്തിലും കാണാം ചില ഉസ്താദ്മാര്. അവിടുന്ന് അങ്ങോട്ട് പൊന്തിനാണ്. ഇത് എന്തിനാ ആമ കോളിയിട്ടായി. അതുപോലെ യാസീൻ അങ്ങോട്ട് തുടങ്ങും ചിലവര്. യാസീൻ പിന്നെ കൊണ്ടില്ല. പിന്നെ പൊന്തല് 3ാമത്തെ മുമ്പീന്റെ അപ്പുറത്ത്. അപ്പൊ ഈ ഓതിയതൊക്കെ ദശിച്ചാൽ എന്നാ പിന്നെ തീരെ ഉണ്ടാതിരുന്ന മതി. പിന്നെ ഇടക്കാണ് ഒരൊറ്റ പൊന്തല്. അതിൽ ഇതുവരെ ഇങ്ങനെ ഒപ്പം പിടിച്ച് വരുന്നത് അതൊക്കെ കൊള്ളാം. പിന്നെ ചെങ്ങായി ഇത് പൊന്താൻ കണ്ടി സ്ഥലോ. അപ്പൊ പിന്നെ ഏതാവും ആ സഭയിൽ യാസീൻ ഓതണ്ടെന്ന് വിചാരിക്കും. ഖുർആൻ നമ്മൾ ഓതുമ്പോ അതിന്റെ ആ മട്ടത്തിൽ ഓതിയുണ്ടല്ലോ, ഭയങ്കര ഫല. നമുക്ക് ഈ ഫലം കിട്ടാത്ത എന്താ വെച്ചാല് നമ്മളിതിൽ പത്യം ചിട്ടും മട്ടമില്ല. അല്ലെ, നമ്മളൊരു വീട്ടിൽ ഒരാൾ ഭക്ഷണത്തിൽ വന്നാൽ ഭക്ഷണത്തിൽ കല്ലിട്ട് കൊടുത്തൊരു കാര്യമുണ്ടോ? നല്ല ചോറ്, നല്ല ബിരിയാണി ഒക്കെ, പക്ഷെ അതിന്റെ ഉള്ളിൽ ഒന്നായിട്ട് കല്ല്, കുറെ കല്ലും പൊടിയൊക്കെ ഇട്ട് തിന്നോളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയല്ല ഇപ്പൊ ഈ ഓത്തൊക്കെ. വല്ലാതെ നീട്ടരുത്. അങ്ങനെ 2 ഹർക്കത്ത് നീട്ടാനുള്ളടത്ത് 2 ഹർക്കത്തേ നീട്ടാവൂ, അതിന്റെ അപ്പുറത്ത് നീട്ടരുത്. യാസീൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അറിയോ, ആനണ്ട് അവിടെ. എങ്ങനെയുണ്ട്? ആനന്റെ അവിടെ നീട്ടാണ്ട് ഇല്ലേ? അനാന്നല്ലല്ലോ പറയണത്. എന്തെന്നെ പറയണേ? നീട്ടിട്ടാ പറയണേ. പക്ഷെ 2 ഹർക്കത്തേ നീട്ടാനുള്ളൂ. ബാർബർ എന്ന് വിളിക്കുമ്പോ നീട്ടാണ്ട് 2 ഹർക്കത്ത്. ബാർബർ എന്നറിയോ?
ബാർബർ എന്ന പോലെ തന്നെ യാസീൻ എന്ന് പറയുന്നത്. യാസീൻ വിശദാംശത്തിൽ കുറെ മറച്ചു വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ചിലത് പറഞ്ഞാല് ചില ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ യാസീൻ ഒരാൾ ഓതുകയാണെങ്കിൽ 10 വട്ടം ഖുർആൻ ഖത്തം തീർത്ത കൂലിയിട്ടെന്നൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ ഇന്നലെ എന്നൊക്കെണ്ട് എന്റെ ഭാഷയിൽ പറഞ്ഞ നിങ്ങളെല്ലാരും എന്ത് ചെയ്യും, ഇത് പൊടച്ചനെ കഴിഞ്ഞ റമളാനായിട്ട് അറിയുകയാണെങ്കിൽ ഈ ഇടങ്ങറൊന്നും ഉണ്ടായിരുന്നില്ല, യാസീൻ മണ്ണ് കൂതിയാൽ മതിയായിരുന്നു എന്ന് തോന്നും. അപ്പൊ ഈ ഖത്തം തീർക്കലില്ലാതാവും. ഖത്തം തീർക്കൽ തന്നെയാണ് വേണം. ഇങ്ങനൊക്കെ റിപ്പോർട്ടുകൾ കണ്ടാൽ അഥവാ പറ്റിയില്ലെങ്കിൽ അയിമ പിടിക്കാന്ന് അത്രേ ഉള്ളൂ. നമ്മളാണ്ട് കേട്ടോ പിന്നെ അയിമ തന്നെ പിടിക്കരുത്. അങ്ങനത്തെ കുറെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ പോണത്. അപ്പൊ യാസീൻ ആ ഓത്തിന്റെ തുടക്കതാണ്. അത് യാസീൻ നല്ല ഫലമുള്ള സൂറത്താണ്. ഖൽബുൽ ഖുർആനല്ലേ. അതിന്റെ അർത്ഥം തന്നെ ഹൃദ്യമായ അധ്യായം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കേൾക്കാൻ. ഹൃദ്യമായ അധ്യായം അതല്ല ഖൽബുൽ ഖുർആൻ. പിന്നെ കൽബിനോട് ചേർത്ത് വെക്കേണ്ട അധ്യായം. അല്ലെങ്കിൽ ഹാർട്ടിന് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര സ്വാധീനമുണ്ടോ അത്ര ഖുർആനിൽ യാസീന് സ്വാധീനമുണ്ട്. ഇതൊക്കെയാണല്ലോ. അപ്പൊ അതിന്റെ മട്ടത്തിൽ ഓതുക. പറ്റുമെങ്കിൽ ഓതിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഇപ്പൊ യാസീൻ എടുത്തിട്ടിട്ട് ഓതുന്നെന്ന്. കുല്ലു അല്ലാഹു ഓതിയ പോരെ. സമയമുണ്ട്, ആശ്വാസമുണ്ടോ, മെല്ലെ ഇങ്ങനെ ഓതി 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 അത് നല്ല ഫലം. എടുത്തിട്ട് എന്തൊക്കെ മൊബീനൊക്കെ ചവിട്ടിക്കയറുന്ന കണ്ടാറപ്പ കുട്ടികൾ ബെഡ് കയറിയ മാതിരിയാണ്. ചവിട്ടിക്കണം മൊബീൻ ആടിയാണ്ട് അടിച്ച് പിടിച്ച് അങ്ങനെ ഓതരുത്. ഖുർആൻ അതിന്റെ ആ മട്ടത്തിൽ ഓതണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. തജ്വീദ് ഇങ്ങനെ കീപ്പ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നല്ല റാഹത്താണ്. യാസീൻ ഞാൻ പറയല്ലേ, 29 അധ്യായങ്ങളിൽ ഇങ്ങനെയുള്ള കേവല അക്ഷരങ്ങളെ കൊണ്ടാണ് തുടങ്ങുന്നത്. അതിന്റെ ഒരു പൊരുൾ എന്താ വെച്ചാല്, ഞാൻ നിങ്ങളോട് സമാനമായത് കൊണ്ടുവരാൻ കഴിയുമെന്ന് വെല്ലുവിളിച്ചത് നിങ്ങൾക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു സാധനമല്ല, ഇങ്ങനത്തെ കുറെ അക്ഷരങ്ങളെ കൊണ്ടുണ്ടാക്കിയ ഖുർആനാണ്. ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അറബിയിലുള്ള അക്ഷരങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ ഖുർആൻ ഉള്ളത്. എന്നിട്ടാണ് നിങ്ങളെ വെല്ലുവിളിച്ചത്. കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവാടോ. ഏത് നിങ്ങൾ പരസ്പരം യൂസ് ചെയ്യണ ഇതേ അക്ഷരങ്ങള്, യാസീൻ, ത്വാഹ, കാഫ്, ഹായ, ഐൻ, സാദ്, ഹാമീൻ, ഐൻ, സീൻ, ഖാഫ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അക്ഷരങ്ങൾ. അതാണ് അതിന്റെ പൊരുള്. ഈ ആദ്യം കുറച്ച് അക്ഷരങ്ങൾ തന്നെയാണ് ഖുർആനിലുള്ളത്, അല്ല പുറത്തത്തെ ഒന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് എന്താ നിങ്ങൾ ഇതുപോലത്തെ ഒന്നും കൊണ്ടുവരാത്തത്? അതാണ് അതിന്റെ പൊരുള്. അല്ലെങ്കിലോ റൂഹുൽ ബയാൻ എന്നുള്ള കിതാബ് കാണാ, സ്വഹാബാക്കൾ വെച്ച് മുത്തുനബി യാസീൻ, ത്വാഹ, കാഫ്, ഹായ, ഐൻ, സ്വാദ്, ഹാമീൻ, ഐൻ, സീൻ, ഖാഫ്, എന്താണ് അതൊക്കെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഇബ്രാഹിം നബിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഇതിന്റെ പൊരുൾ എന്താന്നുള്ള എന്റെ വല്യപ്പ സാക്ഷാൽ ഖലീലുള്ളാഹി ഇബ്രാഹിം നബിക്ക് അറിയണമെങ്കിൽ ഞാനാണ്ട് പറഞ്ഞു കൊടുക്കണം എന്ന്. കാരണം ഇത് സിറും ബൈനീ വ ബൈനല്ലാഹ്, എന്റെ അള്ളാന്റെ ഇടയിലുള്ള ഒരു സ്വകാര്യ കോഡാണ്. അതൊരു കോഡ് ഭാഷയാണ്. അതിന്റെ ഉള്ളിൽ ഒരു സൗന്ദര്യമുണ്ട്, ഒരു വല്ലാത്ത അത്ഭുതമുണ്ട്. അത് പടച്ചോൻ എനിക്ക് തന്നിട്ടുണ്ട്, അത് എനിക്ക് തരും. അല്ലാതെ എന്റെ വല്യപ്പ ഇബ്രാഹിം നബിക്ക് എന്നെ തോന്നിയാ മനസ്സിലാവില്ല. യാ അല്ലാഹ്. അപ്പൊ എന്താണ് ഇപ്പൊ ഇതിന്റെ പൊരുള്? ഇപ്പൊ യാ എന്ന് പറഞ്ഞാൽ യാ യൗമ് എന്നുള്ളതിൽ സൂചനയാണ്. ഇമാം കുശൈരി തങ്ങളുടെ കിതാബ് ഞാൻ കണ്ടിട്ടുണ്ട്. യാ സീൻ സിറ്, ഏതാ യൗമ്? യൗമുൽ മീസാഖ്. സിറ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ കുറെ സൂചനകളൊക്കെ പല കിതാബിലുണ്ട് എന്നല്ലാതെ ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റൂല. ഇത് റസൂലുള്ളാന്റെ അള്ളാന്റെ ഇടയിലുള്ള ഒരു സിറാ. ആ ഓത്തുങ്ങൾ മറക്കരുത്. യാന്റെ അവിടെ എത്ര അർക്കത്ത് കിട്ടണം എന്ന് പറഞ്ഞ് വ്യാപകമായ അബദ്ധം ഞാൻ പലരോടൊന്നും കേട്ടിട്ടുണ്ട്. വലിയ ആൾക്കാരിരുന്ന ഇന്നലെ വരെ കേട്ടിട്ടുണ്ട്. വലിയ ആളുകൾ യാസീൻ,
ഞാൻ മൂത്തുക്കൊന്ന് നോക്കി. അല്ല, മൂത്തുക്ക് നോക്കിയാൽ തിരിയുന്ന ആളാണ്. അല്ലാത്തവർ മൂത്ത് നോക്കിയാൽ ചോറ് വേണോ നോക്കും നമ്മളോട്. നമ്മള് മൂത്തുക്ക് നോക്കിയാൽ ആൾക്ക് തിരിയും. അങ്ങനത്തെ ആളാണ് ഓതി. യാസീൻ. ആളെ ഞാൻ പറഞ്ഞാലല്ലേ ഈ ബത്താവുള്ളൂ, ആളെ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ അബദ്ധാണ്, അത് ശ്രദ്ധിക്കാത്തോണ്ടാണ്. രണ്ടർക്കത്ത് ആനാന്ന് ചിന്തിച്ചാ മതി. ചിലതൊക്കെ നമുക്ക് ഓർമ്മ വരാം. അതിനോട് ഇങ്ങനത്തെ ഓരോന്ന് ഘടിപ്പിച്ചു കൊടുത്താൽ മതി. ആന, അതന്നെ ആന. യാ കഴിഞ്ഞ് കുറെ ഉണ്ടായിരിക്കരുതിട്ടോ. അത് പിന്നെ എന്താ മൂലര് പറഞ്ഞേ? ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞാൻ മുമ്പ് അൽക്കഫിനെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോഴേ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, പിന്നെ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽഹു ഇവജ. അവിടെ നിന്ന് നിർത്തൽ നിർബന്ധാണ് എന്നറിയാം. അവിടെ നിർത്താതെ ഓതിയാല് അർത്ഥം അറിഞ്ഞിട്ടും ഓതുന്ന ആൾക്കാർ കാഫറാവെന്നും പറഞ്ഞു. അതിന്റെ മേലുണ്ടാവും സീന് എന്ന് എഴുതിച്ചിട്ട്. ഈ അവിടെ എന്ത് കയ്യമ, അവിടെ എന്തുണ്ടാവും മേലെ. നിങ്ങൾക്ക് തെജീവി നിയമങ്ങൾ പറയുമ്പോൾ ബോറടിക്കണ്ട. ഈ പഠിച്ചവൻ എന്നെന്ത് ഇയാൾക്ക് പിരാന്ത് ആൾക്കാർ. അപ്പൊ എങ്ങനെ അല്ലായിരുന്നല്ലോ ക്ലാസ് തോന്നുന്നുണ്ടോ? ഇന്നലെ ചില ആളുകൾ എന്നോട് പറഞ്ഞേ, കുറച്ചിങ്ങനെ ഓതും കൂടി ചെയ്യുകയാണെങ്കിൽ ആ തെജീവിന്റെ നിയമങ്ങൾ ഞങ്ങൾക്കും പഠിക്കായിരുന്നു. അപ്പൊ ഓദ്യാൻ മാത്രം അറിയില്ലല്ലോ, ഇതിന് നിയമങ്ങൾ പറഞ്ഞല്ലേ. നിങ്ങൾക്ക് ബോറടിക്കണ്ടോ? നിങ്ങൾക്ക് സൂറത്തുൽ കഹ്ഫിൽ എല്ലാരും ഓതണല്ലേ, ഇവിടൊക്കെ ശ്രദ്ധിക്കണം. ആ സ്ഥലം മനസ്സിലായോ നിങ്ങൾക്ക്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. അവിടെ എന്ത് ചെയ്യണം? നിർത്തണം. അവിടെ മേലെ കാണാൻ സീന് എന്ന്, സക്കത്ത എന്നാണ് അതിന് പറയാ. സക്കത്താന്റെ സീന് എന്ന് പറഞ്ഞാൽ ഒന്ന് നിർത്തണം, എന്നിട്ടൊന്ന് ചോക്കാം. കാരണം അതിന്റെ ഒരു അർത്ഥം അങ്ങനെയാണ്. അർത്ഥം വെച്ച് എനിക്ക് നേരെ പോകുന്നതുകൊണ്ടാണ്. ഇത് ഞാൻ പറഞ്ഞപ്പോ ആ നാട്ടിൽ കുറെ ആൾക്കാർ സൂറത്തുൽ കഹ്ഫ് ഓത്താണ്ട് നിർത്തി. കാരണം ഇജാദിയാണെങ്കിൽ നമുക്ക് പറ്റൂലേ എന്നിട്ട് അവിടെ വെച്ച്. അതാണ് ചിലത് പറഞ്ഞ ആൾക്കാർ പിന്നെ അപകടം ഉണ്ടാക്കാണ്. നിർത്താനല്ലല്ലോ പറഞ്ഞേ, നന്നാക്കി ഓതാനല്ലേ പറഞ്ഞേ. ഹജ്ജ് ക്ലാസ് എടുത്തപ്പോ ഒരു ഉസ്താദ് ഈ രോമം പോയാലുള്ള കുഴപ്പങ്ങൾ പറഞ്ഞു. 3 രോമം ഒരു സ്ഥലത്തിന് ഇറാൻ ചെയ്ത് പോയാൽ ഒരു ആടിനെ കൊടുക്കണം, ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ പറയേണ്ട കാര്യമില്ല. രോമം നമ്മളെ പ്രവർത്തനം കൊണ്ട് പോയാലേ പ്രശ്നമുള്ളൂ. അല്ല നടക്കുന്നിടത്തൊക്കെ എണ്ണി വെക്കുക. 1, 2, 3 ആടുകൊണ്ടാ ഇങ്ങനെ അറക്കാന്ന. എത്ര ആടിനെ അറക്കണം അവിടെ? ഇപ്പൊ എന്റെ കൂടെ വന്ന ആൾക്കാരെന്നെ രോമം തെരഞ്ഞെടുക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ എന്തിന്റെ കാറ്റാണ്? നമ്മളെ പ്രവർത്തനം കൊണ്ട് 3 രോമം പോണം. അല്ല ഈ നടക്കുന്നിടത്തൊക്കെ രോമം ഉണ്ടാവുന്ന ഉറപ്പല്ലേ? അതിനൊക്കെ ഇപ്പൊ ആട് കൊടുക്കാൻ നിന്നാല് തറവാട് വെക്കേണ്ടിയല്ലേ? അപ്പൊ ഇയാളിത് കുറച്ച് ഓവറായിട്ടാണ്ട് പറഞ്ഞു. രോമങ്ക ഭയങ്കര പ്രശ്നമാണ്, ചൊറിഞ്ഞാ പ്രശ്നമാണ്, മുടി വാർന്നാ പ്രശ്നമാണ്, പൊളിച്ചാ പ്രശ്നമാണ്. 3 രോമം പോയ ഒരാടാണ്. ആട് മാത്രമൊന്നല്ല, വേറെയുണ്ട്. നോമ്പ് വെക്കാനും പറ്റും. അപ്പൊ ഒരാള് പിന്നെ എങ്ങനെ ഇറാമ് ചെയ്യണതിന് മുമ്പ് ഇയാള് പൊരയിന്ന് പുറത്തിറങ്ങിയപ്പോ അയാളെ ശരീരത്തിൽ പഠിച്ച രോമം മൊത്തണ്ട് പഠിച്ചു. ഇനി ഇത് കൊഴിഞ്ഞു പോകണ്ടെന്ന് കരുതി ഇവിടത്തൊക്കെ പഠിച്ചു, ഇതൊക്കെ പഠിച്ചു. ദൂതും ഇപ്പൊ അങ്ങനെയാണ് കാണുമ്പോ. സാധാരണ ഹജ്ജ് കഴിഞ്ഞാലാണ് ഉമ്മ പ്രസവിച്ച നാളിലെ കുട്ടിയെ പോലെ ആവുക. ഇയാള് പോകുമ്പോ തന്നെ അയക്കണം, വരുമ്പോഴല്ല, പോകുമ്പോ തന്നെ അങ്ങനെ പോകണം. അപ്പൊ അതാണ് ചില കാര്യങ്ങൾ പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ യാസീൻ നിങ്ങൾ ഇനി പേടിക്കണ്ട, ചെറിയൊരു കാര്യം പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്തേ ഉള്ളൂ? യാ അല്ല, അതല്ല. യാ എത്ര അർക്കത്ത് കിട്ടണം? 2 അർക്കത്ത്. സീന് ഖലാസ്. ഇനിയിപ്പോ ആർക്കാ ഓർമ്മയില്ലാത്ത? ഇനി ഓർമ്മ വരാകണമെങ്കിൽ ആനാണ്ട് ഓർത്താൽ മതി. ആന. യാസീൻ അതിന്റെ അർത്ഥം ആനയെന്ന് പറയരുത് കേട്ടോ, അതല്ല. ഞാൻ ഒന്നുകൂടി തരാം. ഇവനോ തരുന്നു. തജ്വീദ് ഹാഫലിങ്ങൾ തജ്വീദ് നോക്കണം. തജ്വീദ് പഠിച്ചിരുന്നു അവിടുന്ന്. കുറെ ഹാഫലിങ്ങൾ ഓത്തലും തജ്വീദ് കേൾക്കണില്ല. തജ്വീദ് വേണം. തജ്വീദ് നിയമല്ലേ? നമ്മൾ സാധാരണ പത്രം വായിക്കും പോലെ ഖുർആൻ ഓതാൻ പാടില്ലല്ലോ. ഹംസ കേൾക്കണം കേട്ടോ. വൽ ഖുർആനിൽ ഹകീം. ചിലര് ഖുർആന് അപ്പൊ ഹംസ പോയി, ഖുർആൻ ഹംസ പോയി. ഖുർആൻ ഖുർആൻ അത് തന്നെ പറയണം. ഖുർആൻ അത് തന്നെ പറയണം. ഹംസ പോകാൻ പാടില്ല.
യാസീൻ വൽ ഖുർആനിൽ ഹകീം. യാസീൻ അതാണ്, അതൊരു സ്വകാര്യമാണ്, സിറാണ്. അത് എന്റെയും റബ്ബിന്റെയും ഇടയിലുള്ളൊരു സ്വകാര്യമാണ്. എന്റെ വല്ലിപ്പയാകുന്ന പടച്ചവന്റെ ഖലീലാകുന്ന സാക്ഷാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വരെ അതിന്റെ പൊരുളുകൾ അറിയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു അതിന്റെ പൊരുളുകളൊന്നും എല്ലാം അറിഞ്ഞില്ലെങ്കിലും അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നവരിൽ നമ്മൾ പെടുത്തട്ടെ. വൽ ഖുർആനിൽ ഹക്കീം. അതും കൂടി 2 മിനിറ്റ് പറയാൻ സാറിനത്തെ സമയമായോ? അല്ല, ആയിട്ടുണ്ടാവുമല്ലോ. 15 വൽ ഖുർആനിക്കാണ്ട് കയറുമ്പോൾ സമയം കൂടും, നാളെ പറയാം. ഇതെല്ലാവരും ഇങ്ങനെ മനസ്സിലാക്കുക. ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട സ്ഥലത്ത് മാത്രം തജ്വീദ് നിയമം ചിലപ്പോൾ ഓർമ്മ ഉണ്ടെങ്കിൽ പറയൂ. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ? നിങ്ങളെ കൊണ്ട് ഓദിക്കൂല. അങ്ങനെ ആകുമ്പോഴല്ലേ ഇത് പ്രശ്നമുള്ളൂ. ഓദിച്ച പടച്ചോനെ ഇനി ഹലാക്കിന്റെ കൊടി ഇറങ്ങില്ല റബ്ബേ, ഇനിയിപ്പോ നമുക്ക് ഈ സമയത്ത് ഓത്ത് കിട്ടൂല എന്നായല്ലോ. അത് വേണ്ട, നമ്മൾ ഓതനെ നിങ്ങൾ കേട്ടാൽ മതി. അപ്പൊ അവിടെ മനസ്സിലാവുമല്ലോ. ഓദിക്കണില്ല, അത് പേടിച്ചിട്ട് ഞാനും വരാണ്ടൊക്കെണ്ട, ഓദിക്കൂല. പക്ഷെ കേട്ടിട്ട് പഠിച്ചാൽ നല്ല. ഫാത്തിഹയൊക്കെ നന്നാവണ്ടേ? ഫാത്തിഹ ചിലവർ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തെറ്റാണ്. അതിന് ഓതരുത്, റാന്ന് ഓതരുത്. ബിസ്മില്ലാഹിർ, ചുണ്ടിന്റെ അക്ഷരല്ല, ചുണ്ട് പൂട്ടേണ്ട ആവശ്യമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനി അബദ്ധാണ്, റാ പറയരുത്. റാ മനസ്സിലായില്ലേ? ഇതൊക്കെ വ്യാപകമായ തെറ്റല്ലേ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ ആര് ക്ലാസ് എടുക്കുകയാണെങ്കിലും നിങ്ങളെ കൊണ്ട് ഓദിച്ചിട്ടില്ലെങ്കിൽ നിയമങ്ങൾ പറഞ്ഞുതരും. അത് എല്ലായിടത്തും അല്ല, എല്ലായിടത്തും നിയമം കൂടി പറഞ്ഞാൽ ക്ലാസ് നടക്കൂല. അത് ഇനിയിപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതായത് പിന്നെ ആചാരപുരയിലൊക്കെ എല്ലാ ആഴ്ചയും തജ്വീദിന്റെ ക്ലാസ് ഉണ്ട് അല്ലേ? യാ അല്ലാഹ്, അവിടെ ഖുർആന്റെ തജ്വീദിന്റെ ക്ലാസ് എല്ലാ ആഴ്ചയും നടക്കുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പോയിന്ന്, എന്നെ വിളിച്ചിരുന്നു. ക്ലാസ്സിൽ പങ്കെടുത്ത് കുറച്ച് സംസാരിച്ച് നല്ലോണം തിന്നും ചെയ്ത് കൊണ്ട് പോകുന്നു ചെയ്ത. തീറ്റ എനിക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ അതിനു വേണ്ടി ആരും പോണ്ട. അത് ഞാൻ പോകുമ്പോൾ മാത്രം തന്നെ. തീറ്റ ഒന്നുമില്ല. ഇപ്പൊ എല്ലാവരും കൂടി ആഴ്ചയിൽ അവിടെ തിന്നാണ്ടെങ്കിൽ പിന്നെ അതന്നെ അല്ല. അതിപ്പോ എല്ലാവർക്കും തിന്നാനൊന്നുമില്ലല്ലോ, അതൊന്നുമില്ല. എന്നാലും എന്താ ഒരു പൊരയിലൊക്കെ എല്ലാ ആഴ്ചയും തജ്വീദിന്റെ ക്ലാസ് വെക്കാന്ന്. ആ പൊരയില് ബർക്കത്തല്ലേ? ആ പൊരയിൽ നിന്ന് ഒരാൾ മരിച്ച സ്വർഗത്തുക്കല്ലേ? അപ്പൊ ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് മരിച്ച് എന്നെ വല്ലാതെ നിർബന്ധിച്ചപ്പോ പോണ വഴിയിലൊന്നും അവിടെ ഇറങ്ങി. എത്രയോ ആൾക്കാരാണെന്നറിയോ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ കിട്ടണാണ്. ദീനിയാണെങ്കിൽ അവിടെ സ്വാലിഹ്യങ്ങളൊക്കെ ഉണ്ടാവും. എത്രേ ആൾക്കാർ, എല്ലാ ഗ്രൂപ്പേരും ഉണ്ട് അവിടെ. എന്താ ഈമാന്റെ ആവശ്യം? എന്താ ഗ്രൂപ്പ്? എല്ലാരും ഉണ്ട് അവിടെ. കാരണം ഈ ദീനുണ്ടെങ്കിൽ അങ്ങനല്ലേ? അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്കൊക്കെ ദീന് തരട്ടെ. അള്ളാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. പടച്ചോനെ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, രാവിലെ തന്നെ പള്ളിയിൽ വന്ന് ജമാഅത്തിന് പങ്കെടുത്ത് ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന ഒരാളെയും നീ നിരാശരാക്കല്ല അല്ലാഹ്. അവര് ഏത് ഫീൽഡിലാണെങ്കിലും, കച്ചവടക്കാരാണെങ്കിലും, പ്രവാസികളാണെങ്കിലും, യാത്രക്കാരാണെങ്കിലും, ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും, അധ്യാപകന്മാരാണെങ്കിലും, പഠിതാക്കളാണെങ്കിലും, അല്ലാഹുവേ നീ ഖൈറും ബർക്കത്തും നിറച്ചു കൊടുക്കണേ അല്ലാഹ്. നിനക്ക് വേണ്ടി സമയം തരുന്നവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. അതൊക്കെ അന്തസ്സിലും ത്വഅത്തിലും സമാധാനത്തിലും ബർക്കത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാഹ്. അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. അപകട മരണം വരുത്തല്ല അല്ലാഹ്. മിനിഞ്ഞാന്ന് മരിച്ച് 9 ആളുകൾ. അതിൽ ഒരു ഭാര്യ ഭർത്താവിന്റെ കുടിരിക്കൽ കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ. പെട്ടെന്ന് മരിച്ചു, വണ്ടി മറിഞ്ഞു, തൽക്ഷണം മരിച്ചുപോയി. അല്ലാഹു തആല അതിൽ വിശ്വാസികൾക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളൊക്കെ എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
പടച്ചവനെ വല്ലാത്ത ദുരിതം അനുഭവിക്കുന്ന ആളുകൾ സാസിലുണ്ട്. കുടുംബപരമായി ഭാര്യമാർ മുഖേന രോഗങ്ങളായി നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ശിഫയാക്കി കൊടുക്കണേ അല്ലാ. യുദ്ധം തുടങ്ങി നിന്ന് ഇങ്ങനെ പോവണം റബ്ബേ. നീ ഹൈറും ബർക്കത്തും സലാമത്തിന്റെ വഴി തുറന്നു തരണേ അല്ലാ. പാവപ്പെട്ട നിരപരാധികളെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഈ യുദ്ധത്തിന്റെ തീജ്വാലയെ നീ അണക്കണേ അല്ലാ. ഞങ്ങളെ നീ ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. മക്ക മദീനയിൽ പോയ ആളുകൾക്ക് മഖബൂലും മബ്റൂറുമായ അജ്മുറകൾക്കും മർദിയ സിയാറത്തിനും തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും ബലവട്ടം എത്തിക്കണേ അല്ലാ. അതിന്റെ തടസ്സങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹമത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. പിന്നെ തജ്വീദ് നിയമങ്ങൾ സെപ്പറേറ്റ് പഠിക്കണം എന്നുള്ള ആൾക്ക് 2 ഉസ്താദന്മാരുണ്ട്. പ്രത്യേകിച്ച് ഇവരൊക്കെ അതിന്റെ ഡിഗ്രി വാങ്ങിയ ആളുകളാണ്. അവർ തയ്യാറാട്ടോ. അങ്ങനെ പഠിക്കണം എന്നുള്ളവർക്ക് എപ്പോൾ വന്നാലും അവരൊക്കെ പറഞ്ഞു തരും. ഞങ്ങൾ അതിനൊക്കെ തയ്യാറുള്ളവരാണ് അവർ. അങ്ങനത്തെ ഒരു സ്വകാര്യം വന്നാൽ മതി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.